നിങ്ങളൊരു ഡ്രീമാണ്. എന്താണ് ഈ അവസരത്തിൽ പറയാനുള്ളത്? ഈ അവസരത്തിൽ ഒരുപാട് സന്തോഷമുണ്ട്. കാരണം കുറേ നാൾ കാത്തിരുന്നിട്ടല്ലേ കല്യാണം കഴിക്കുന്നത്. അപ്പം കാരണം ഞങ്ങളൊരു 5.5 വർഷത്തിന് മുകളിലായി അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാനും ഇഷ്ടപ്പെടാനൊക്കെ തുടങ്ങിയിട്ട്. അപ്പോൾ അത് എൻഗേജ്മെൻറ്റിലേക്ക് എത്തുക എന്ന് പറയുമ്പോഴത്തേക്കും ഭയങ്കര ഹാപ്പി മൊമെൻ്റ് അല്ലേ. ഇനിയിപ്പോൾ കല്യാണമാണ്. ഇപ്പോൾ ഞങ്ങൾ ഇതുവരെ കല്യാണത്തിന് ഡേറ്റ് എടുത്തിട്ടില്ല. അതാണ് ഇനി അടുത്തൊരു കാര്യം. ഇപ്പോൾ അതിൻ്റെ ഇനിയിപ്പോൾ ബാക്കി കാര്യങ്ങളൊക്കെ നോക്കണം എങ്ങനെയാണെന്നുള്ളത് നോക്കിയിട്ട്. അറിഞ്ഞൂടാത്ത ആൾക്കാർക്ക് ആളൊന്ന് പരിചയപ്പെടുത്താം. എന്നെ അറിയാത്ത ആൾക്കാർക്ക് ഞാൻ ബിഗ് ബോസിൽ ഉണ്ടായിരുന്നു. ഒരു സോഷ്യൽ മീഡിയ വീഡിയോസൊക്കെ ചെയ്യുന്ന ആളാണ്. ഇത് ലിനു. ഇപ്പോൾ ലിനു പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ ഞാൻ കെട്ടാൻ വേണ്ടി പോകുന്ന ആളാണ്. ഇപ്പോൾ എൻഗേജ്മെൻറ്റ് ഞങ്ങളിപ്പോൾ കഴിഞ്ഞു. ചങ്ങനാശ്ശേരിയിൽ വെച്ചിട്ടായിരുന്നു. ഹാപ്പി. ഈ ഒരു അവസരത്തിൽ എന്താണ് പറയാനുള്ളത്? ഡീറ്റെയിൽ ആയിട്ട് എന്താണ് പറയുന്നത്? പറഞ്ഞു പുള്ളിക്കാരത്തേക്ക് പറയാൻ കുറച്ച് മടിയുള്ള ആളാണ് കേട്ടോ. അല്ല, ഞങ്ങൾ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ സോഷ്യൽ മീഡിയ ഒരു വീഡിയോ ചെയ്തപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആക്ച്വലി ഞങ്ങൾ പരിചയപ്പെട്ട് ഒരു പ്രത്യേക സാഹചര്യത്തിലാണ് പരിചയപ്പെടുന്നത്. അതിൽ പരിചയപ്പെട്ട് നല്ല കമ്പനിയായിട്ടാണ് മുന്നോട്ട് പോകുന്നത്. അപ്പം അതിനിടയിൽ ഞാൻ പ്രപ്പോസ് ചെയ്യുകയോ അവൾ എന്നെ പ്രപ്പോസ് ചെയ്യുകയോ അങ്ങനെ പ്രപ്പോസൽ ഉണ്ടായിട്ടില്ല. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ മനസ്സിലായ കൂട്ടത്തിൽ ഒരു ഇഷ്ടം തന്നെ ഉണ്ടായതാണ്. അതുകൊണ്ട് ഇഷ്ടം രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ടില്ല. പ്രപ്പോസൽ ഉണ്ടായിട്ടില്ല. ഇതുവരെ പ്രപ്പോസ് ചെയ്തിട്ടില്ല. ഞാൻ ബിവിയിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു കാര്യം. സാഹചര്യം പറയാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ഞാൻ എൻ്റെ വീഡിയോയിൽ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അല്ല, ഒരു ചെറിയൊരു ബിസിനസ് ഉണ്ടായിരുന്നു. ആ ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ ചെയ്യുന്ന കാര്യമായിരുന്നു. അത് ഓപ്പറേറ്റ് വേണം പറയാമായിരുന്നു. എൻ്റെ മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് ഫണ്ട് ചെയ്യുമായിരുന്നു. അപ്പോൾ ആ സമയത്ത് അതിൻ്റെ ഒരു കാര്യം ഞാൻ സംസാരിച്ചിട്ടുള്ള സമയത്ത് ലിനു അത് റിജക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ റിജക്ഷനാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത്. കാരണം ഞാനത് മനസ്സിലാക്കാൻ എടുത്ത സമയം എന്ന് പറയുന്നത് 2 വർഷമാണ്. ലിനു അതിൻ്റെ നെഗറ്റീവ് സൈഡ്സ് എല്ലാം തന്നെ അതെന്നെ കൊണ്ട് പറ്റില്ല എന്നുള്ളത് വളരെ പെട്ടെന്ന് മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്നെക്കൊണ്ട് പറ്റത്തില്ല എന്ന് വളരെ ചുരുങ്ങിയ കാലം കൊണ്ട് പുള്ളിക്കാർക്ക് എനിക്ക് പറഞ്ഞു തരാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ എൻ്റെ ലൈഫിൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഒരുമിച്ച് ചെയ്യാൻ വേണ്ടി പറ്റുമല്ലോ. അങ്ങനെയാണ് അത് ഇഷ്ടം ഉണ്ടാകുന്നത്. ബ്രോ, വിൻറ്റേജ് കാറിലും അതുപോലെ തന്നെ ഡ്രസ്സൊക്കെ വളരെ ഒരു വെറൈറ്റി ആയിട്ടുണ്ട്. അതെല്ലാം പുള്ളിക്കാരുടെ പ്ലാനാണ്. അവർക്ക് ഭയങ്കര കോൺടസ്റ്റഡ് ആളാണ്. ഞാൻ ആദ്യം ഒരു ബ്ലൂ ആയിരുന്നു, ഒരു ലൈറ്റ് ബ്ലൂ ആയിരുന്നു. അത് ഇവള് കോൺടസ്റ്റഡ് ആളായതുകൊണ്ടാണ്. നമുക്ക് ഭയങ്കര വിൻറ്റേജ് കാറിനോട് ഭയങ്കര ഇഷ്ടമുള്ള ആളാണ്. ആളൊന്നും ഡ്രൈവ് ചെയ്യുന്ന ആളാണ്. ഭയങ്കര ഞങ്ങൾ കല്യാണം കഴിഞ്ഞിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ചെയ്യാം. എല്ലാം ഓടിക്കും. പുള്ളിക്കാർക്ക് ബുള്ളറ്റൊക്കെ ഉണ്ട്. ഭയങ്കര ക്രേസ് ഉള്ള ആളാണ്. ഇല്ല ബ്രോ, കല്യാണം ഡേറ്റ് ഫിക്സ് ചെയ്തിട്ടില്ല ഇതുവരെ. നമ്മൾ അത് നോക്കണം. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് നമ്മളത് പ്ലാൻ ചെയ്യാൻ വേണ്ടി ഇരിക്കുക. ബിഗ് ബോസിൽ പോകുന്ന സമയത്ത് എങ്ങനെയായിരുന്നു സപ്പോർട്ട്? അതായത് ഇപ്പം ഞാൻ ബിഗ് ബോസ് പോയപ്പോഴത്തേക്കും നമുക്ക് PR ഞാനൊന്നും എനിക്കില്ല. അപ്പോൾ എന്നെ സംബന്ധിച്ചോളം ഞാൻ ലിനുവിനെ ഏൽപ്പിച്ചിട്ടാണ് ഞാൻ പോകുന്നത്. എൻ്റെ എല്ലാ കാര്യങ്ങളും പിന്നെ കുറച്ച് ഫ്രണ്ട്സ് അവിടെ ഉണ്ട്. അപ്പോൾ എൻ്റെ ഫ്രണ്ട്സും ലിനുവായിട്ട് ഗ്രൂപ്പ് ഉണ്ടായിരുന്നു, വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടായിരുന്നു. അതിന് നേതൃത്വം കൊടുത്തിരുന്നത് ലിനുവാണ്. അപ്പോൾ എൻ്റെ A to Z എല്ലാ കാര്യങ്ങളും. അപ്പോൾ ഞാൻ ബിഗ് ബോസിലേക്ക് പോകുന്ന ആ ഒരു 3 മാസം സമയത്തുള്ള എൻ്റെ സാമ്പത്തികപരമായിട്ടുള്ള കാര്യങ്ങളും ഈ കുറച്ച് EMI കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ, അത് ഉൾപ്പെടെ എല്ലാ കാര്യങ്ങളും ഹാൻഡിൽ ചെയ്തിരുന്നത് ലിനുവാണ്. സോഷ്യൽ മീഡിയ ഹാൻഡിൽ ചെയ്തിരുന്നതും ലിനുവും നമ്മുടെ വേറൊരു ഫ്രണ്ടും കൂടെ ചേർന്നിട്ടാണ് എല്ലാം ചെയ്തിരുന്നത്. 5 വർഷം പ്രണയിച്ച് വന്നു. അതെ. അപ്പോൾ ആദ്യം ഈ തുടക്കത്തിലൊക്കെ കെട്ടുന്നവരെത്തുമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ മറ്റേ ഒരു ഇഷ്ടമുണ്ടെന്ന് അറിഞ്ഞപ്പോൾ തന്നെ പിന്നെ നമ്മൾ അതെല്ലാം കഴിക്കുമെന്ന് നമുക്ക് തോന്നുന്നുണ്ടായിരുന്നു. കാരണം അങ്ങനെ നമുക്ക് എന്താ എല്ലാം മനസ്സിലാക്കിയിട്ടാണല്ലോ നമ്മൾ ഇഷ്ടപ്പെടുക, ഇഷ്ടം മനസ്സിൽ തോന്നുക. എന്നാലും വലിയ രീതിയിൽ പിണക്കങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതുണ്ടാവും. അത് കഴിഞ്ഞ ദിവസം വരെ ഉണ്ടായിരുന്നു. അപ്പോൾ എപ്പോഴേലും നിർത്തി പോയാൽ മതി എന്നൊക്കെ തോന്നിയിട്ടുണ്ടോ? അങ്ങനെ നമ്മൾ വഴക്കിടമാനൊക്കെ പറയും. അത് വഴക്കിൽ നമുക്കറിയാമല്ലോ, അത് വഴക്കിനകത്ത് മാത്രം ഒതുങ്ങി നിൽക്കുന്ന കാര്യമാണെന്ന് അറിയാമല്ലോ. അതുകൊണ്ടത് കുഴപ്പമുണ്ടായിരുന്നില്ല. അപ്പോൾ ഇനി എന്താണ് ലൈഫ് പ്ലാൻസ് ഒക്കെ മൊത്തത്തിൽ? അല്ല, ഇനിയിപ്പോൾ കല്യാണമാണ് മെയിനായിട്ട്. ഇനിയിപ്പോൾ ഞാൻ ലിനുവിൻ്റെ വീട്ടിൽ പോയിട്ട് കല്യാണത്തിൻ്റെ കാര്യങ്ങളൊന്ന്, കാരണം ലിനുവിൻ്റെ 2 ചേച്ചിമാരും ചേട്ടന്മാരും എൻ്റെ ഇടയന്മാർ സിസ്റ്റേഴ്സാണ് ഇതൊക്കെ. അപ്പോൾ അവർ എല്ലാവരും പുറത്തുള്ള ആൾക്കാരാണ്, പുറത്താണ് എല്ലാവരും. അപ്പോൾ അവരുടെ ലീവ് നോക്കണം. എൻ്റെ ഒരു സിസ്റ്ററിന് ഇപ്പോഴും വരാൻ പറ്റിയിട്ടില്ല, എൻഗേജ്മെൻറ്റ് വരാൻ പറ്റിയിട്ടില്ല. അപ്പോൾ അവർക്ക് വരാൻ വേണ്ടി പറഞ്ഞു. അപ്പോൾ അവളുടെ ലീവ് നോക്കണം. ആ ലീവ് എല്ലാം കൂടെ നോക്കിയിട്ട് നമ്മൾ ഡേറ്റ് പ്ലാൻ ചെയ്തിട്ട് അന്നത്തേക്കായിരിക്കും മാരേജ് വെക്കുക. ഓക്കെ. വിളിച്ച ബിഗ് ബോസിലെ കൂട്ടുകാരെല്ലാവരും എത്തിയാവും? കുറച്ച് ആൾക്കാർ അസൗകര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പം ചില ആൾക്കാർ ഇപ്പം നമ്മുടെ ഇന്നൊരു ഇനോഗ്രേഷൻ ഉണ്ട്, ശ്രീധുവിനൊരു ഫംഗ്ഷൻ ഷൂട്ട് ഉണ്ടായിരുന്നു. ആക്ച്വലി യമുനേച്ചി വരാനിരുന്നതാണ് രാവിലെ. അപ്പോൾ യമുനേച്ചിക്ക് ഒരു മരണം അത്യാവശ്യം അവിടെ പോകേണ്ടി വന്നു. സുരേഷ് ഏട്ടൻ വരാൻ വേണ്ടി പറ്റിയില്ല. പൂജ എനിക്കിപ്പോൾ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു, ഫോൺ ഞാൻ ഓപ്പൺ ആക്കിയില്ലത്. അപ്പോൾ എല്ലാവരും ഞാൻ വിളിച്ചിട്ട് വരാൻ പറ്റാത്ത ആൾക്കാരെല്ലാവരും തന്നെ അസൗകര്യം അറിയിച്ചു. പിന്നെ അവർ കല്യാണത്തിന് ഉണ്ടാവുമല്ലോ. നോറലേറ്റ് ആയിട്ടാണ്. ആരുടെ ഫോട്ടോ? ഇവിടെ ക്യാമറമാനത് ഇതിനകത്ത് എടുക്കുമോ? സ്റ്റേജിൽ കയറണം.
സ്റ്റേജ് ബിസിനസ് ആണ്.